മാഡം, നിങ്ങളുടെ ഈ പുതിയ ബുക്ക് ഹോണ്ടഡ് പറ്റിയല്ലേ? നിങ്ങൾ ഈ ബുക്കിൽ ശരിക്കും ഹോണ്ടഡ് ആയിട്ട് എന്തെങ്കിലും നടന്നിട്ടുണ്ടോ? അതെ, തീർച്ചയായിട്ടും ഉണ്ട്. ഹോട്ടൽ ന്യൂ സ്പ്രിംഗിന്റേത്. അതിൽ നിന്ന് ഞങ്ങൾക്ക് എന്തെങ്കിലും സ്റ്റോറി പറയാൻ പറ്റുമോ മാഡം? അതെ, തീർച്ചയായും പറയാം. ഹോട്ടൽ ന്യൂ സ്പ്രിംഗ് ഭുവനേശ്വരിലുള്ളതിൽ വെച്ച് ഏറ്റവും വലുതും വളരെ പ്രശസ്തിയേറിയതും ആ ഹോട്ടലാണ്. പക്ഷെ ആ ഹോട്ടലിൽ വന്ന് താമസിക്കുന്ന എല്ലാ കസ്റ്റമേഴ്സും ഒരു വ്യത്യാസമായവരാണ്. 1956-ൽ ആ ഹോട്ടലിൽ ബോസ് എന്ന് പേരുള്ള ഒരു ഗസ്റ്റ് വന്ന് താമസിച്ചു. അദ്ദേഹത്തിന് 60 വയസ്സ് കാണും. അദ്ദേഹം 5 ദിവസം അവിടെ താമസിച്ചിരുന്നു. അദ്ദേഹം ആ റൂമിൽ നിന്നും പുറത്തു വന്നതേ ഇല്ല. ഹോട്ടൽ മാനേജർ ആ കതക് തുറന്നു നോക്കി. അകത്തെന്താണെന്ന് കണ്ടിട്ട് എല്ലാരും ഒരുപാട് പേടിച്ചുപോയി. മിസ്റ്റർ ബോസ് മരിച്ച് അവിടെ കിടക്കുകയായിരുന്നു. പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ അദ്ദേഹം വിഷം കുടിച്ചെന്ന് അറിയാൻ പറ്റി. ഈ സംഭവത്തിന് ശേഷം ഹോട്ടൽ ന്യൂ സ്പ്രിംഗിൽ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലത്തെ സംഭവങ്ങൾ നടന്നു. ഇപ്പോൾ 1960-ൽ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ, ലാറയും ജോസഫും കല്യാണത്തിന് ശേഷം നേരെ ഹോട്ടൽ സ്പ്രിംഗിലേക്ക് വന്നു. അവരുടെ ഹണിമൂൺ ആഘോഷിക്കാനായി അവർ രണ്ടുപേരും അവരുടെ റൂമിലേക്ക് ചെക്ക് ഇൻ ചെയ്തു. ഐ ലവ് യു. ഈ ദിവസത്തിന് വേണ്ടിയാണ് ഒരുപാട് ദിവസമായി കാത്തിരുന്നത്. ഐ ലവ് യു ടു. നിങ്ങൾ കാത്തിരിക്കൂ, ഞാൻ കുളിച്ചിട്ട് ഇപ്പോൾ വരാം. വേഗം വരൂ, എനിക്ക് ഇതിനു ശേഷം വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. കുറച്ചു സമയം വെയിറ്റ് ചെയ്തേ പറ്റൂ. പ്ലീസ്. ഇപ്പോൾ വരാം, വെയിറ്റ് ചെയ്യൂ. ജോസഫ് ലാറ പുറത്തേക്ക് വരാനായി കാത്തിരിക്കുകയായിരുന്നു. കല്യാണത്തിന് ശേഷം ഇതാണ് അവരുടെ ആദ്യത്തെ രാത്രി. ജോസഫ് വളരെ എക്സൈറ്റഡ് ആയിരുന്നു. കുറച്ചു സമയത്തിനകം തന്നെ ലാറ കുളിച്ചിട്ട് വെളിയിലേക്ക് വന്നു. ജോസഫ് അവളെ കെട്ടിപ്പിടിച്ചു. പക്ഷേ ലാറ ജോസഫിനെ തള്ളിവിട്ടു. എന്ത് പറ്റി? വാട്ട്സ് റോങ് ലാറ? ലോറ? ലാറയുടെ സ്വഭാവം തീരെ മാറിയിരുന്നു. അവൾ ആദ്യമുണ്ടായിരുന്ന ലാറയെ പോലെ അല്ല. അവളുടെ കണ്ണുകൾ ചുവന്നുപോയി. അവളുടെ മുഖം വളരെ ദേഷ്യത്തിലായിരുന്നു. അവൾ ദേഷ്യത്തോടെ തുറിച്ചു നോക്കിക്കൊണ്ടേയിരുന്നു. അവൾക്ക് ആരോ കൈവശം കൊടുത്തിരിക്കുന്നു. അവൾ ജോസഫിനെ തുറിച്ചു നോക്കിക്കൊണ്ടേയിരുന്നു. നേരെ അവൾ റൂമിന്റെ കതകിനെ നോക്കി ചെന്നു. ഇവിടെ എന്താണ് സംഭവിക്കുന്നെന്ന് ജോസഫ് ആലോചിക്കുന്നതിനകത്ത് തന്നെ ലാറ താഴേക്ക് ചാടി മരിച്ചുപോയി. അവിടെ തന്നെ അവളുടെ ജീവൻ പോയി. ലാറയുടെ ജീവിതത്തിൽ ആദ്യത്തെ ദിവസം തന്നെ അവസാനത്തെ ദിവസമായി മാറി. ലാറയുടെ മരണത്തിന് ശേഷം ആ ഹോട്ടലിൽ ഇതുപോലെയുള്ള ഒരുപാട് സംഭവങ്ങൾ നടക്കാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ ആ ഹോട്ടലിനെ എല്ലാരും സൂസൈഡ് ഹോട്ടൽ എന്ന് വിളിക്കാൻ തുടങ്ങി. ഹോട്ടൽ ന്യൂ സ്പ്രിംഗ്സിന് വരുന്നോ? അയ്യോ, ഞാൻ വരുന്നില്ല. അതൊരു സൂസൈഡ് ഹോട്ടലാണ്. അവിടെ മുഴുവനും ഭൂതമൊക്കെ ഉണ്ടെന്നാ പറയുന്നത്. ഞാൻ മാത്രല്ല ഏട്ടാ, ഈ നേരത്തിൽ ആരും അങ്ങോട്ട് വരില്ല ഏട്ടാ. പക്ഷെ ചേട്ടാ, എനിക്ക് വളരെ അർജന്റാണ്. നിങ്ങൾ വരൂ, ഞാൻ ചോദിക്കുന്ന പൈസ തരാം. എനിക്ക് പൈസയല്ല മുഖ്യം, അതിന്റെ ജീവനാണ് മുഖ്യം. ഞാൻ വരുന്നില്ല. സന്ധ്യയായാൽ ഓട്ടോക്കാർ പോലും ആ വശത്തേക്ക് പോകാൻ പേടിക്കും. പിന്നെ ഇക്കാര്യം കൊണ്ട് ആ ഹോട്ടലിലേക്ക് വരുന്ന കസ്റ്റമർ പതുക്കെ പതുക്കെ കുറയാൻ തുടങ്ങി. വർഷം 1985. കാളിയ എന്നു പേരുള്ള ഒരു സീരിയൽ കില്ലർ ആ ഹോട്ടലിലേക്ക് വന്നു. അദ്ദേഹത്തിനും ആരോ കൈവശം നൽകിയിരുന്നു. പിന്നെ അദ്ദേഹവും ആ മന്ത്രവാദത്തിന്റെ ശക്തി കൊണ്ട് ഒരുപാട് ആൾക്കാരെ കൊന്നുകളഞ്ഞു. മൊത്തം 13 ആൾക്കാർ. മാറയ്ക്ക് എന്തു തോന്നിയെന്നാൽ ഇപ്പോഴും ആ കാളിയുടെ ആത്മാവ് ആ ഹോട്ടലിൽ ഉണ്ടെന്ന് തോന്നി. ആ ആത്മാവ് ഒരുപാട് ആൾക്കാരെ കൊന്നുകളഞ്ഞു. ഇതുപോലുള്ള ഭയങ്കരമായ ഒരുപാട് സംഭവങ്ങൾ ന്യൂ സ്പ്രിംഗിൽ നടന്നു കഴിഞ്ഞു. പക്ഷേ ഇതിലൊട്ടും വിശ്വസിക്കാൻ പറ്റാത്തത് സനയുടെ കഥയാണ്. സന വളരെ ധൈര്യശാലിയായ ഒരു പെൺകുട്ടിയാണ്. അവൾ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ സ്റ്റുഡന്റായി പഠിക്കുകയാണ്. ജനുവരി 26, 2016-ൽ സനയ ഒരു സോളോ ട്രിപ്പിനായി ഭുവനേശ്വരിലേക്ക് വന്നു. അവൾ ആ ഹോട്ടൽ ന്യൂ സ്പ്രിംഗിൽ റൂം എടുത്ത് താമസിച്ചു. അവൾ ആ ഹോട്ടലിലേക്ക് വന്നതും തന്നെ ഒരുപാട് സന്തോഷത്തോടെയായിരുന്നു. എന്നിട്ട് അവൾ അവളുടെ അമ്മയ്ക്ക് ഫോൺ ചെയ്തു. ഹലോ അമ്മേ. ഹലോ അമ്മേ, ഞാൻ ഹോട്ടലിലേക്ക് എത്തി അമ്മേ. പിന്നെ ചെക്ക് ഇനും ചെയ്തു കഴിഞ്ഞു. നീ എത്ര ദിവസമാണ് ആ ഹോട്ടലിൽ താമസിക്കാൻ പോകുന്നത് മോളെ? 4 ദിവസം. പിന്നീട് ഇവിടെ നിന്നും ഡൽഹിയിലേക്ക് പോകും. ശരി മോളെ, സമയത്തിന് ആഹാരം കഴിക്കേ. പിന്നെ നിന്റെ ശരീരം നന്നായിട്ട് നോക്കണേ. ശരി അമ്മേ. ബൈ. ലവ് യു. ബൈ. ലവ് യു ടു സ്വീറ്റ് ഹാർട്ട്.
സനയ ഹോട്ടൽ ന്യൂ സ്പ്രിംഗിൽ ചെക്ക് ഇൻ ചെയ്തു. അതുവരെ എല്ലാം നല്ല രീതിയിലാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ പെട്ടെന്ന് സനയയ്ക്ക് എന്തോ വിചിത്രമായി സംഭവിക്കുന്നത് പോലെ തോന്നി. പെട്ടെന്ന് സനയുടെ റൂമിൽ ലൈറ്റ് ഓഫായി ഓണായി കൊണ്ടേയിരുന്നു. അവൾക്ക് പെട്ടെന്ന് അവിടെ ആരോ ഉള്ളതുപോലെ തോന്നി. ആരാ നിങ്ങൾ? ഉടൻ തന്നെ ലൈറ്റ് ഓണായി ഓഫാകുന്നത് നിന്നു. ഒരുപക്ഷെ പവർ ഫ്ലക്ച്വേഷൻ ആയിരിക്കാം. ഞാൻ ആവശ്യമില്ലാതെ പേടിച്ചതാ. നമ്മളല്ലാതെ ഈ റൂമിൽ വേറെ ആരിയ്ക്കാനാ? ഇവിടെ നിന്ന് നോക്കിയാൽ ഡൽഹി മുഴുവൻ കാണാം. സനായ ചെന്ന് തന്റെ ബെഡിൽ കിടന്നു. ക്ഷീണിച്ചിരുന്നതുകൊണ്ട് അവൾ പെട്ടെന്ന് തന്നെ ഉറങ്ങിപ്പോയി. വീണ്ടും അവളുടെ റൂമിലെ ലൈറ്റ് ഓണായി ഓഫാകാൻ തുടങ്ങി. ഒരു രൂപം അവളുടെ റൂമിൽ അലഞ്ഞുകൊണ്ടേയിരുന്നു. സനായ പേടിച്ച് എണീറ്റ് നോക്കി. തീർച്ചയായും ആരോ ഈ റൂമിനകത്തുണ്ട്. റൂമിന്റെ ലൈറ്റ് ഓഫായി പോയി. അപ്പോഴാണ് സനയുടെ കണ്ണിൽ അത് കണ്ടത്. അവിടെ ആരോ ഉണ്ട്. അവൾ പേടിച്ചു പോയി. ആരാ നിങ്ങൾ? പറയൂ, ആരാ? അപ്പോൾ പെട്ടെന്ന് ഒരു കറുത്ത രൂപം അവളുടെ മുൻപിൽ വന്നു നിന്നു. സനായ പേടിച്ച് അവിടെ നിന്നും എണീറ്റ് ഓടാനായി ശ്രമിച്ചു. ആ കറുത്ത രൂപം മാഞ്ഞുപോയി. സനയ്ക്ക് ഒന്നും തന്നെ മനസ്സിലായില്ല. ഇത് നേരാണോ അതോ എന്റെ സ്വപ്നമാണോ എന്ന്. എന്തുകൊണ്ടാ എനിക്ക് മാത്രം ഇങ്ങനെ സംഭവിക്കുന്നത്? സനായ ഒരുപാട് സമയം വരെ കരഞ്ഞുകൊണ്ടേയിരുന്നു. പിന്നീട് ഇതൊക്കെ തന്റെ ചിന്തയായിരിക്കുമെന്ന് അവൾ കരുതി. പിന്നീട് അവൾ വീണ്ടും കിടന്നുറങ്ങിപ്പോയി. സനായ കുളിക്കാനായി ബാത്റൂമിനകത്തേക്ക് ചെന്നു. അവിടെയുള്ള ലൈറ്റുകളും ഓഫായി ഓണാകാൻ തുടങ്ങി. അതുകൊണ്ട് സനായ വീണ്ടും പേടിക്കാൻ തുടങ്ങി. സനായ കുളിച്ചിട്ട് റൂമിനകത്തേക്ക് വന്നപ്പോൾ ബെഡിന്റെ പുറത്ത് ഒരു കറുത്ത രൂപം നിൽക്കുന്നത് അവൾ കണ്ടു. ആരാ നിങ്ങൾ? ആരാ? ആ രൂപം സനയെ കണ്ട് ചിരിക്കാൻ തുടങ്ങി. സനായ ഒരുപാട് പേടിച്ചു പോയി. പിന്നെ ആ രൂപം സനയെ അവിടെ നിന്നും ഓട്ടിക്കാൻ തുടങ്ങി. സനായ ഓടിച്ചെന്ന് ലിഫ്റ്റിനകത്തേക്ക് കയറി. എന്നിട്ട് അവൾ ലിഫ്റ്റിനകത്തുണ്ടായിരുന്ന എല്ലാ ബട്ടൺസും പ്രസ് ചെയ്തു. അവിടെ ലിഫ്റ്റ് നിന്നതും തന്നെ അവൾ പുറത്തേക്ക് നോക്കി. അപ്പോൾ ആ രൂപം അവിടെ ഇല്ലായിരുന്നു. അടുത്തതായി 10th ഫ്ലോറിൽ ആ ലിഫ്റ്റ് നിന്നു. അപ്പോൾ ആ രൂപം ആ ലിഫ്റ്റിന്റെ അടുത്തേക്ക് എത്തി. സനായ പേടിച്ചുപോയി. CCTVയിൽ സനായ മാത്രം എല്ലാ വശത്തും പതിഞ്ഞുകൊണ്ടേയിരുന്നു. പക്ഷെ ആ രൂപം അതിൽ റെക്കോർഡായതേ ഇല്ല. പിന്നീട് അവൾക്ക് എന്താണുണ്ടായതെന്ന് സനയ്ക്ക് മാത്രമേ അറിയാവൂ. പോ ഇവിടുന്ന്. എന്തിനാ നീ എന്റെ പുറകെ വന്ന് തുരത്തുന്നത്? ഞാൻ നിങ്ങൾക്ക് എന്ത് ദ്രോഹമാണ് ചെയ്തത്? ദയവായി ഇവിടെ നിന്ന് പോകൂ. ഇവിടെ നിന്ന് പോകാൻ അനുവദിക്കൂ. പ്ലീസ് എന്നെ പോകാൻ അനുവദിക്കൂ. അടുത്ത പ്രാവശ്യം ലിഫ്റ്റിന്റെ കതക് തുറന്നതും തന്നെ സനായ അതിൽ നിന്നും പുറത്തേക്ക് വന്നു. ആ രൂപവും പുറകെ വന്നു. സനായ എന്താണ് ആലോചിച്ചതെന്നാൽ ആ രൂപം കാണുന്നതിന് മുമ്പേ ഓടി മറയണമെന്നാണ്. പക്ഷെ ആ രൂപം അവളുടെ അടുത്തേക്ക് വന്നതും അവളെ കൊണ്ട് ഒന്നും തന്നെ ചെയ്യാൻ പറ്റിയില്ല. അവൾ പേടിച്ചു പോയി. പ്ലീസ് എന്നെ പോകാൻ അനുവദിക്കൂ, പ്ലീസ്. ലിഫ്റ്റിന്റെ കതക് വീണ്ടും മൂടി. അതിനുശേഷം സനയ്ക്ക് എന്താണ് സംഭവിച്ചതെന്നത് ഒരു രഹസ്യമാണ്. 4 ദിവസത്തിനു ശേഷം സനയെ കണ്ടില്ല എന്ന് പറഞ്ഞ് സനയുടെ അമ്മ കംപ്ലൈന്റ് നൽകി. 4 ദിവസമായി സനയുടെ അടുത്തു നിന്നും ഒരു കാൾ പോലും വരുന്നില്ല. പോലീസും സനയെ തേടാനായി ആൾക്കാരെ അയച്ചു. പക്ഷെ അവർക്ക് യാതൊരു തെളിവും കിട്ടിയില്ല. അവർ ലിഫ്റ്റിന്റെ CCTV ഫുട്ടേജ് നോക്കി. പക്ഷെ ആ CCTV ഫുട്ടേജിൽ നിന്നും അവർക്ക് യാതൊരു എവിഡൻസും കിട്ടിയില്ല. എന്തുകൊണ്ടെന്നാൽ ആ CCTV ഫുട്ടേജിൽ ആ ഒരു രൂപം ആരുടെ കണ്ണിലും പെട്ടില്ല. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ഹോട്ടലിന്റെ വാട്ടർ ടാങ്കിൽ സനയുടെ മൃതശരീരം കിട്ടി. പോലീസ് ഒരുപാട് എൻക്വയറി ചെയ്തു. പക്ഷെ ആർക്കും ഒന്നും തന്നെ അറിയില്ലായിരുന്നു. എങ്ങനെയാണ് സനായ തട്ടിൻ പുറത്തുള്ള ടെറസ് ടാങ്കിലേക്ക് പോയതെന്ന് ആർക്കും അറിയില്ല. സനയെ ഏതെങ്കിലും ഒരു ഭൂതം തന്റെ വശത്താക്കിയതായിരിക്കാം. അത് ഇപ്പോഴും രഹസ്യമായിട്ടാണുള്ളത്. ഈ കഥ വല്ലാത്ത സംഭവമാണല്ലോ. ഇതുപോലുള്ള ഒരുപാട് കഥകൾ എന്റെ പുസ്തകത്തിലുണ്ട്.
ഞങ്ങൾ തീർച്ചയായിട്ടും ഈ ബുക്ക് വായിച്ചോളൂ. പക്ഷേ സനായക്ക് അന്ന് എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക? ഈ ലിഫ്റ്റ് വല്ലാത്ത വിചിത്രമാണല്ലോ. അതെ, തീർച്ചയായും. പക്ഷെ ഒരു കാര്യം നേരാണ്, ആ ലിഫ്റ്റിൽ ആരോ അവളോടൊപ്പം ഉണ്ടായിരുന്നിട്ടുണ്ട്. പക്ഷെ അതാരാണെന്ന് ആർക്കും തന്നെ അറിയില്ല. ഹോട്ടൽ സ്പ്രിംഗിൽ ആരുടെ ആത്മയാണുള്ളത്? ആരാണെന്ന് ചോദിക്കല്ലേ, എത്രയാണെന്ന് ചോദിക്കൂ. ഇതുവരെ അവിടെ എത്ര പേർ മരിച്ചിട്ടുണ്ടോ അവരെല്ലാവരുടെ ആത്മാവും അവിടെ തന്നെ ഉണ്ട്. നിങ്ങൾ ആ ഹോട്ടൽ സ്പ്രിംഗിലേക്ക് പോവുമോ? തീർച്ചയായും പോകില്ല. എനിക്ക് എന്റെ ജീവന്റെ മേലിൽ ആഗ്രഹമുണ്ട്. ആർക്കെങ്കിലും സൂസൈഡ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവർ ആ ഹോട്ടലിലേക്ക് തീർച്ചയായും പോകാം. അപ്പോൾ ഇത് സത്യമാണ്. ഹോട്ടൽ സ്പ്രിംഗ് ഒരു ഹോണ്ടഡ് പ്ലേസ് ആണ്. നമ്മൾ അതുപോലുള്ള സ്ഥലത്ത് നിൽക്കാനും പാടില്ല.